ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ഒരു സെഗ്മെൻറ്റായിട്ട് വന്നേക്കുന്നത്. നമ്മുടെ തമിഴ് ആക്ടർ അഥർവ ഉണ്ടല്ലോ, ആളുടെ ഒരു 6 സിനിമേനെ കുറിച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. അപ്പോൾ അതൊന്നും എല്ലാവർക്കും പരിചയപ്പെടുത്താനും നിങ്ങൾക്ക് ആ പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, അതിലേതൊക്കെയാണ് നിങ്ങൾ കണ്ടത്, അതൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അഥർവ എന്ന് പറഞ്ഞ ആളിനെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ സൗത്ത് ആഫ്രിക്കയും പിന്നെ ഓസ്ട്രേലിയത്തൊക്കെ ചില കളിക്കാറുണ്ടല്ലോ, നമ്മൾ കാണുന്ന കാലം മുതൽ അവർ ചെറുപ്പമാവും. അതേപോലെ തന്നെ 2010 ആദ്യമായിട്ട് അഥർവ സിനിമയിൽ അഭിനയിച്ചതെന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പടം ബനാകാറ്റാടിയാണ്. 36 വയസ്സായി. 36 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ നമ്മുടെ ജോർജ് സാറിൻ്റെ ഡയലോഗ് ഓർമ്മ പറഞ്ഞേ, 36 വർഷമായി ബെൻസെ ഞാൻ ഈ ജോലിയിൽ കയറിയിട്ട് എന്ന് പറഞ്ഞാൽ ആ ഡയലോഗ് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ 36 വയസ്സായി കണ്ടാൽ തോന്നില്ല കേട്ടോ, ആൾ ഇപ്പോഴും ചെറുപ്പമാണ്. ഇതിൽ എഴുതിയേക്കണം ജസ്റ്റ് ഒന്ന് ഞാൻ വിക്കിപീഡിയയിൽ ജസ്റ്റ് എഴുതിയതെന്ന് പറഞ്ഞുതരാം. Atharva Murali is a prominent actor and producer in Tamil cinema. Atharva made his acting debut in 2010 with Bana Kattadi, സാമന്തിർന്ന നായിക, winning an Edison Award for Best Male Debutant. He gained critical acclaim for his portrayal of young slave in the 2013 period drama പരദേശി എന്നുള്ള സിനിമയ്ക്ക് കിട്ടിയതിനെ കുറിച്ചാണ് പറയണത്. വിന്നിങ് ദി ഫിലിം ഫെയർ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ തമിഴ്, അഥർവ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഹിംസെൽഫ് ആസ് എ വെർസറ്റൈൽ ആക്ടർ വിത്ത് എ ഡിവേഴ്സ് റോൾ. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കണ്ട പോസ്റ്റ് അതിൻ്റെ സിനിമകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അഥർവയുടെ ഒരു 6 സിനിമയാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ ആദ്യത്തെ പടമായിട്ട് ഇതിൽ കൊടുത്തേക്കുന്നത് ഇ.ടി. ഞാൻ കണ്ടിട്ട് ഒരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. ഈ ഇ.ടി. എന്ന് പറഞ്ഞ പടത്തിൽ എങ്ങനെയാ വെച്ചാൽ അവൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ ബ്ലഡ് നിൽക്കാൻ ഭയങ്കര സമയമെടുക്കും. ആളിങ്ങനെ ഈ ഓട്ട മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന ആൾ ഒരു ഗ്യാങ്ങായിട്ട് ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ ആ ഗ്യാങ്ങായിട്ടുള്ള ഏറ്റുമുട്ടൽ, പിന്നെ മത്സരം, പിന്നെ അവൻ്റെ ശരീരത്തിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ മറികടന്നിട്ട് അവൻ ജയിക്കണം എന്നാണ് ഈ പടത്തിൻ്റെ കഥ. 2015 ഇറങ്ങിയ പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ആരെങ്കിലും കാണാത്ത പടങ്ങൾ ജസ്റ്റ് വൺ ടൈം വാച്ച് ചെയ്യാനുള്ള പടമൊക്കെ ഉണ്ട്. മോശം പടം എന്നല്ല കേട്ടോ. അടുത്ത പടം ജെമിനി ഗണേശനും സുർലി റാഗനും. അത് നല്ല രസമുള്ള കോമഡി പടം. അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത്, നായകൻ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് അവൻ്റെ വൈഫ് ആവുമ്പോൾ പെൺകുട്ടി വരണം, മുന്നുള്ള ആ ലവേഴ്സിനൊക്കെ പോയിട്ട് മുന്നേ പ്രേമിച്ചേർന്ന് ക്ഷണിക്കാൻ പറയാം. അങ്ങനെ പോണതാണ്. അതായത് മുൻപ് പ്ലേ ബോയ് ആയി നടന്ന നായകൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ വാക്ക് കേട്ട് താൻ മുൻപ് സ്നേഹിച്ച 3 പെൺകുട്ടികളെ തൻ്റെ കല്യാണം വിളിക്കാൻ പോയി. തുടർന്നുണ്ടാവുന്ന കോമഡിയൊക്കെയാണ് ഈ പടത്തിൻ്റെ. അങ്ങനെ അന്വേഷിക്കാൻ പോകുന്ന സമയത്ത് സൂര്യനെ പരിചയപ്പെട്ടിട്ട് ഒരു തമ്മിലുള്ള കുറച്ച് കോമ്പിനേഷൻ നമ്മളൊക്കെ നല്ല രസമായി വന്നിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഒരു ചെറിയ തമാശയൊക്കെ ഉണ്ട് വേറെ. പിന്നെ അടുത്ത പടം കനിതനിൽ ചാനൽ റിപ്പോർട്ടറായ നായകനെ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ബാങ്കുകളെ പറ്റിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെന്ന കേസിന് പോലീസ് അറസ്റ്റ് ചെയ്യാണ്. അത് അവനല്ല ചെയ്തതെന്നും ഇങ്ങനെ ചെയ്യണ ഗ്യാങ്ങിനെ അവൻ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതാണ് കനിതൻ എന്ന് പറഞ്ഞ മൂവി. ഈ മൂവിയുടെ ഇയർ ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അടുത്ത് എനിക്ക് ഇവൻ്റെ ഇഷ്ടപ്പെട്ട പടങ്ങളിൽ നമ്മുടെ ഒരു വേല എന്ന് പറഞ്ഞ പടം, അത് OTT റിലീസായിട്ടില്ല. ഷൈൻ നിഗും പിന്നെ നമ്മുടെ സണ്ണി വെയിനും കൂടിയൊക്കെ അഭിനയിച്ച പടം. ആ പടത്തിൻ്റെ ടച്ചുള്ള പടം, അതായത് പോലീസ് കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഞാൻ പറഞ്ഞുതരാം. പടത്തിൻ്റെ പേര് 100. 2019 ഇറങ്ങിയ പടമാണ്. പോലീസ് കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുന്ന നായകനെ 100ാമത് ഒരു കോൾ വരുന്നു. അത് കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടേതായിരുന്നു. ശേഷം അവൻ അവൾക്ക് പിന്നാലെ പോവുകയും തുടർന്ന് കഥ പറയുന്നതുമായി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. 100 ചെന്നതിന് ശേഷം 1-2 കോൾ വരുന്നതും ഇവൻ ചായ കുടിക്കാനാണെന്നുകൊണ്ട് പോയിട്ട് ഓരോ പ്രാവശ്യം ചായ കുടിക്കാനാണെന്നുകൊണ്ട് പോയിട്ട് ഓരോരുത്തരെ രക്ഷിച്ചിട്ടുള്ള ഒരു സംഭവിക്കുകയാണ്. രസമാണ് പടം. ആ ഫസ്റ്റ് ഹാഫിൻ്റെ പിന്നെ ഫ്രണ്ട്സും പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പോണതിൽ നിന്ന് ട്രാക്ക് മാറി പിന്നെ ജോലി കിട്ടണതും അവിടെ എത്തിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് പോണ പടമാണ് കേട്ടോ. ഇനി അടുത്ത പടം ട്രിഗർ. ഇത് 2022 ഇറങ്ങിയ പടമാണ്. അഥർവയുടെ പടം തന്നെയാണ്. ഒരു അനാഥാലയത്തിൽ നിന്ന് കുട്ടികളെ ദത്തെടുത്ത് വിൽക്കുന്ന ഒരു ചൈൽഡ് റാക്കറ്റ് ഓപ്പറേഷനെ കുറിച്ച് നായകൻ മനസ്സിലാക്കുകയും തുടർന്ന് കഥ പറയുന്നതുമായ ഒരു ആക്ഷൻ ഫിലിമാണ് ട്രിഗർ.
ഇതിലിപ്പോൾ ഈ ട്രിഗർ ഞാൻ കണ്ടിട്ടില്ല. ബാക്കി പറഞ്ഞ പടത്തിൽ ഞാൻ 100 കണ്ടിട്ടുണ്ട്. പിന്നെ കനിത ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അധികം സ്പാർക്ക് കിട്ടിയിട്ടുള്ള പടമല്ല. പിന്നെ ജമിനി ഗണേഷനും രാഗനും ഈ പടം സുരുളി രാജനും ഈ പടം എനിക്ക് ലാസ്റ്റ് കുറച്ചൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈട്ടി ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ഞാൻ അടുത്ത പടത്തിനെ കുറിച്ച് പറയട്ടെ. അപ്പോൾ തമിഴ് സിനിമയിൽ ത്രില്ലർ സിനിമകളും അങ്ങനെ മസ്റ്റ് വാച്ച് സിനിമകളൊക്കെ പരിചയപ്പെടുന്ന ഒരുപാട് യൂട്യൂബേഴ്സും ബ്ലോഗേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇന്ന് ഫേസ്ബുക്കിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് കാണാനിടയായപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അതിൽ നിങ്ങൾ കണ്ട പടങ്ങൾ ഉണ്ടെങ്കിൽ പറയുക, കാണാത്ത പടങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. അടുത്ത പടത്തിൻ്റെ പേര് DNA. ഇത് ഈ വർഷം റിലീസായ പടമാണ്, 2025. OTTയിൽ അവൈലബിൾ ആണ്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതിൽ നിമിഷ സജയനാണ് നായിക, മലയാളി നിമിഷ സജയനാണ് നായിക. പിന്നെ അഥർവ. ഹോസ്പിറ്റലിൽ വെച്ച് ജനിച്ച കുട്ടി മിസ്സാവുന്നത് ഇവരെ കുട്ടിയെന്ന് തോന്നുന്നുണ്ട്, മിസ്സാവുന്നു. അത് അന്വേഷിച്ചിറങ്ങുന്ന നായകൻ തുടർന്ന് കഥ പറയുന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് DNA. ഇപ്പോൾ ഈ അഥർവയുടെ ഇത് പറയാൻ കാരണം ഞാൻ ജസ്റ്റ് ഇത് കണ്ടുകൊണ്ടൊന്നല്ല, നമ്മൾ ഈ ഓസ്ട്രേലിയയിൽ സ്മിത്ത്, പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ ഉള്ള കുറച്ച് കളിക്കാരെന്താ ഞാൻ പേര് പെട്ടെന്ന് മറന്നു കേട്ടോ. അവരൊക്കെ എന്ന് വെച്ചാൽ ഇന്നും ഒരേപോലെ ചെറുപ്പം പോലെ തോന്നിക്കുന്ന ആൾക്കാർ. അതേപോലെ തന്നെ അഥർവയുടെ കാര്യങ്ങൾ. അഥർവയുടെ ഞാൻ ഫസ്റ്റ് സിനിമ ബനാക്കാറ്റാടിൽ കാണുന്ന അതേപോലെ തന്നെയാണ് ആളിപ്പോഴും. ചില പടങ്ങളിൽ അവൻ ചെറിയ കുട്ടി തടിയൊക്കെ വെച്ച് അഭിനയിക്കും, ക്യാരക്ടറിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നെങ്കിലും നോർമലി ഇപ്പോഴും അവൻ ഷേവ് ചെയ്തിട്ട് ഫുൾ ഷേവ് ചെയ്ത് വന്നതിന് ശരിക്കും ആ ഒരു ചെറുപ്പം പയ്യനെ പോലെ. പിന്നെ ഇതിൽ ബനാക്കാറ്റാടിയും പരദേശി ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ കമൻസ് വന്നിട്ടുണ്ട്, അവൻ്റെ ടോപ്പ് പടങ്ങൾ ബനാക്കാറ്റാടിയും പരദേശി. ഞാൻ ഇതിലത്തെ കമൻസിൽ ഇതിന് പേര് പറയണമെങ്കിൽ അതും വായിച്ചുതരാം കേട്ടോ. മൊത്തത്തിലുള്ള കമൻറ്റ് ഞാൻ വായിച്ചുതരാം. ഇതിൽ വേറെ ഓരോരുത്തർ പറഞ്ഞിട്ട് കരിയർ ബെസ്റ്റ് പടം പരദേശി എന്നാണ് എല്ലാവരും പറയണത്. മരിച്ചുപോയ തമിഴ് നടൻ മുരളിയുടെ മകനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ ഇവൻ്റെ പേര് തന്നെ ഉണ്ട് കേട്ടോ, അഥർവ മുരളി. എനിക്ക് തമിഴ് നടൻ മുരളി എന്ന് പറയുമ്പോൾ ആരെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. ഈ മേക്ക നൊടികൾ, അതായത് ഇവനും നയൻതാരയും കൂടി അഭിനയിച്ച ഈ മേക്ക നൊടികൾ അടിപൊളി പടം, എനിക്ക് ഇഷ്ടപ്പെട്ട പടം കേട്ടോ. ബനാക്കാറ്റടി പരദേശിയാണ് സ്പെഷ്യൽ അടിപൊളി എന്ന് പറഞ്ഞിട്ട്. ട്രിഗർ ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം മസ്റ്റ് വാച്ച് പടാന്നാണ് പറഞ്ഞത്. 6 പടങ്ങളിൽ ട്രിഗർ ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് DNA ആവറേജ് എന്നുള്ള കമൻറ്റ് ഉണ്ട്. ഇതിലേതായിട്ട് ത്രില്ലർ പടം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിൽ ജമിനി ഗണേഷ് ഒഴുക ബാക്കിയെല്ലാം അവിടെ ഇഷ്ടമാണെന്ന് പറയുന്നവരുണ്ട് കേട്ടോ. അവൻ്റെ ഒരു പട്ടം പറത്തുന്ന പടം ഉണ്ടല്ലോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്, അത് ബനാക്കാറ്റടിയാണ്. സാമന്ത ഇവനും കൂടി അഭിനയിച്ചോളാം, അവസാനം മരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായ പടം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു തമിഴ് നടൻ്റെ ഒരു 6 സിനിമകളുടെ പേര് പരിചയപ്പെടുത്തിയേക്കാണ്. എല്ലാ പടവും OTT റിലീസായ പടങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിയേറ്ററിൽ റിലീസായി പിന്നെ OTTയിൽ അവൈലബിൾ ആയ പടങ്ങളാണെന്നാണ് വിചാരിക്കുന്നത്. ചില പടങ്ങൾ ഇപ്പോൾ തമിഴും മലയാളമൊക്കെ സിനിമ തിയേറ്ററിൽ റിലീസായി കഴിഞ്ഞ് 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ടും വരാത്ത സിനിമകളുണ്ട്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ നാൾ കുറച്ച് ദിവസം മുന്നേ അസ്ത്രയുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. 2023 ഡിസംബറിൽ ഇറങ്ങിയ പടം 2025 അസ്ത്ര. പിന്നെ അസ്ത്ര വന്നത് പടം പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ അങ്ങനെ ഒരുപാട് പടങ്ങൾ സിനിമ വന്നിട്ട് 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹണ്ടൊക്കെ വന്നിട്ട് 1 കൊല്ലം ഏകദേശം 1.5 കൊല്ലമൊക്കെ ആയിട്ടാണ് ഹണ്ട് ഇറങ്ങിയത്. ഭാവന നായികയായിട്ട് ഷാജി കൈലാസ് സംസാരിച്ചതോടെ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന പടം. ഹൊറർ എക്സ്പീരിയൻസൊക്കെ ആകെ ഒരൊറ്റ സീനിൽ മാത്രമേ തോന്നിയുള്ളൂ. അപ്പോൾ നമ്മൾ വിഷയം തന്നെ പോവാണ്. അപ്പോൾ അഥർവയുടെ 6 സിനിമകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ആ പടം ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഇത് ലിസ്റ്റിൽ പെടാത്ത ബനാക്കാറ്റാടി പരദേശിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മേക്കനൊടികളുണ്ട്, ഏകദേശം 9 പടം. ഈ ലിസ്റ്റിൽ പെടാത്തവൻ്റെ വല്ല അടിപൊളി പടം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബായ്.